വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ KSRTCയിൽ നിർബന്ധിത VRS നീക്കം 50 കഴിഞ്ഞ 7200 ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി മാനേജ്മെന്റ്. ഒരാൾക്ക് കുറഞ്ഞത് 15 ലക്ഷം രൂപ നൽകുവാനാണ് മാനേജ്മെന്റിന്റെ നീക്കം. VRS നടപ്പാക്കിയാൽ ശമ്പള ചെലവിൽ 50% കുറയുമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഇത് അംഗീകരിക്കുവാനാകില്ലെന്ന നിലപാടിൽ VRS ഇടത് നയമല്ലെന്നും ഇടത് യൂണിയനുകൾ പ്രതികരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശരത്ത്, യഥാർത്ഥത്തിൽ ഈ VRSമായി മുന്നോട്ട് മാനേജ്മെന്റ് നീങ്ങുമ്പോൾ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം എന്താണ്? ഗീസ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന KSRTCയെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ പരിഷ്കാരം എന്ന പേരിലാണ് മാനേജ്മെന്റ് ഒരു നിർബന്ധിത നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് 50 വയസ്സ് കഴിഞ്ഞ 7200ഓളം വരുന്ന ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആളുകളെയൊക്കെ തന്നെ നിർബന്ധിത VRSനെ പറഞ്ഞേക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഈ ആളുകളെയൊക്കെ തന്നെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ സർവീസിൽ നിന്ന് പോകുകയാണെങ്കിൽ ശമ്പള ചെലവിൽ കാര്യമായ കുറവ് വരും. 50% ചെലവ് ലാഭിക്കാൻ വേണ്ടി പറ്റും, ശമ്പള ഇനത്തിലുള്ള ചെലവ് ലാഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് KSRTC മാനേജ്മെന്റ് കണക്കുകൂട്ടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിരമിക്കുന്ന സമയത്ത് 50 വയസ്സിൽ 56 KSRTCയിലെ വിരമിക്കൽ പ്രായം. ആ കാലയളവിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒറ്റത്തവണ ഈ 15 ലക്ഷം രൂപ നൽകുന്നതാണ്. ഈ VRS എടുക്കുന്നവർക്ക് 15 ലക്ഷം രൂപ ഒറ്റയടിക്ക് നൽകുക. അതിനുശേഷം വിരമിക്കൽ പ്രായം കഴിഞ്ഞ ശേഷം ബാക്കി വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക. ഇതാണ് KSRTC മാനേജ്മെന്റിന്റെ മനസ്സിലുള്ള പദ്ധതി. ുള്ള വിശദമായ ഒരു രൂപരേഖ ധനവകുപ്പിന് കൈമാറി ആവശ്യമായ പണം സമാഹരിക്കുന്നതിനും KSRTC മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് KSRTC മാനേജ്മെന്റ് കടുത്ത പ്രതിസന്ധിയിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ഗഡുക്കളായി ശമ്പളം നൽകുന്നത് അടക്കമുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ നിർബന്ധിത VRSന്റെ ആലോചന മാനേജ്മെന്റ് സജീവമാക്കിയിരിക്കുന്നത്. VRSുമായി ബന്ധപ്പെട്ട് ഇടത് യൂണിയനുകൾ അത്ര അനുകൂലമായ നിലപാടല്ല ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. VRSുമായി നിർബന്ധിത VRS അംഗീകരിക്കാനാകില്ല CITU വ്യക്തമാക്കുന്നത്. അതോടൊപ്പം AITUCയും നിർബന്ധിത VRSനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇടത് സർക്കാരിന്റെ നയമല്ല VRS എന്നും അത് UDFന്റെയും BJPയുടെയും നയമാണ്. KSRTCയിൽ ഇപ്പോൾ BJPയുടെയും UDFന്റെയും ഒക്കെ തന്നെ നയമാണ് നടപ്പിലാക്കുന്നത് എന്നും അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു VRSനുള്ള നീക്കം എന്നുമുള്ള വിമർശനമാണ് AITUC ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതായാലും ഒരു ഔദ്യോഗികമായി വകുപ്പ് മന്ത്രി പാലക്കാട് ആണ് ഉള്ളത്. അദ്ദേഹം ഇതുവരെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. നിലവിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശമ്പളം 2 ഗഡുക്കളായി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ യൂണിയനുകൾക്കിടയിലാണ് യൂണിയനുകളുടെ വിമർശനത്തിന് വഴിയൊരുക്കുന്ന മറ്റൊരു ആലോചന കൂടി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് KSRTC MD യൂണിയനുകളുമായി ചില അനൌദ്യോഗിക കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. ദീർഘമായ ആ കൂടിക്കാഴ്ചയിൽ ഒന്നും തന്നെ ഈ വിഷയം യൂണിയനുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരത്തൊപ്പം തന്നെ ഏകദേശം ഈ 50 കഴിഞ്ഞ 7000-ലധികം ജീവനക്കാരുടെ പട്ടിക മാനേജ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ KSRTCയുടെ നീക്കം? ഈ പ്രതിഷേധങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് യൂണിയനുകളുടെ അഭിപ്രായങ്ങളെയോ ഒന്നും മാനിക്കാതെ മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം തന്നെയാണോ മാനേജ്മെന്റിനുള്ളത്? അങ്ങനെ തന്നെ, കാരണം ഈ മാനേജ്മെന്റ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ആലോചനയിലേക്ക് കടന്നിരുന്നു. നേരത്തെ സർക്കാർ തലത്തിൽ PDF നേതാവ് KK ഷാജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എറണാകുളം